ഞാനാ ഞാനാ കൊന്നേ ഞാനാ കൊന്നേ. നിങ്ങൾക്കറിയോ എന്റെ മോളെ, എന്റെ പുന്നാര മോളെ ഞാനാ കൊന്നേ. ഞാനാ കൊന്നേ. നിയമം മൂലം നിരോധിച്ചിട്ട് അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും അഹന്തയുടെയും പ്രതീകമായി ഇന്നും നിലനിൽക്കുന്ന സ്ത്രീധനം എന്ന മഹാവിപത്ത് മൂലം ക്രൂരമായി ജീവഹാനി സംഭവിച്ച നമ്മുടെ സഹോദരിമാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഈ അമ്മയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. എടി മോളെ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കോളേജിൽ പോകേണ്ടത്. ഇന്ന് നിന്നെ കാണാൻ ചക്കൻകൂട്ടരൊക്കെ വരുന്ന ദിവസമല്ലേ. ഈ അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടത്, എനിക്ക് പഠിച്ചാ മതി അമ്മേ. എന്താ ഈ പെങ്കൊച്ചു പറയണേ? കല്യാണം വേണ്ടതോ? ഈ തറവാട്ടില് 18 കഴിഞ്ഞ് പെൺപിള്ളേരാരും നിന്നിട്ടില്ല. ഇതിപ്പോ കഴിഞ്ഞ ചിഹ്നത്തില് 19 തികഞ്ഞിരിക്കുന്നു. മോളെ, മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ പറയുന്നേ. മോള് കേൾക്ക്. ഈ ചെക്കനെ സർക്കാർ ഉദ്യോഗസ്ഥനാ. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയ നമ്മുടെയൊക്കെ ഭാഗ്യമാ. കൂടാതെ ഈ വീടിന്റെ ആധാരം പണയം വെച്ചാ എത്ര കിട്ടുമെന്നറിയാൻ അച്ഛൻ അന്വേഷിച്ചോണ്ടിരിക്കോ. അതിനിടയ്ക്ക് മോൾ ഈ പണത്തിന് കാര്യം പറഞ്ഞു വരല്ലേ. പെൺപിള്ളേര് പഠിച്ചിട്ടിത് എന്തിനാ? വീട്ടുജോലിയും പിള്ളേരെ നോക്കാനും അറിഞ്ഞാ മതി. അപ്പൊ ഞാനോ? എന്റെ സ്വപ്നങ്ങളോ? 2 മാസത്തിന് ശേഷം നമ്മുടെ ബാധകൾ കഴിഞ്ഞു കിട്ടി. കല്യാണം നല്ല അസലായി നടന്നു. ഹലോ, ആ മോളെ പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മേ, എനിക്കിവിടെ വയ്യമ്മേ. എന്നെ വല്ലാണ്ട് ഉപദ്രവിക്കുമോ അമ്മേ? ഇന്ന് തന്നെ തന്നെ അമ്മേ നമ്മൾ കൊടുത്ത സ്വർണവും പണമൊക്കെ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ തന്നെ അമ്മേ. ഞാൻ പഠിത്തമ്മ, എനിക്ക് വയ്യ. നിങ്ങൾ എന്നെ ഒന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മോളെ, നീ എന്തൊക്കെ ഈ പറയണേ? നിനക്കറിയാലോ എന്ത് കഷ്ടപ്പെട്ട നിന്റെ അച്ഛനും അമ്മയും കല്യാണം ഒന്ന് നടത്തിയേ. കുറച്ചൊക്കെ പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലൊക്കെ കാണും. നീ അതൊന്നും അത്ര വലിയ കാര്യമാക്കാതെ സ്നേഹത്തോടൊക്കെ ഒന്ന് നിന്ന് നോക്ക്. അല്ലേ നീ ഇപ്പൊ ഭർത്താവിനെ ഉപേക്ഷിച്ച് നീ വീട്ടിലേക്ക് വന്ന ആളുകളൊക്കെ എന്ത് വിചാരിക്കും? നീ അച്ഛനും അമ്മയും ആളുകളുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? നീ എങ്ങനെയെങ്കിലൊക്കെ അവിടെ പിടിച്ചു നിൽക്കും. പക്ഷെ അമ്മേ, ഹലോ ഹലോ, നിന്റെ വീട്ടുകാരെ പിടിച്ച് കുറ്റം പറയണ്ടല്ലേ. അവരെന്നെ എന്തുണ്ടാക്കാനാണ്? ചെറ്റ കൂട്ടുകള് വാടി. അവളുടെ ഒരു ഫോൺ വിളി. അയ്യോ, എന്റെ തല്ലല്ലേ, എന്റെ തല്ലല്ലേ. എന്താടി മിണ്ടിപ്പറ? എന്റെ തല്ലല്ലേ, എന്റെ തല്ലല്ലേ. ഞാൻ ഒറ്റയ്ക്ക. എന്നെ ഇതാരെ രക്ഷിക്കാൻ എനിക്ക് ആരുമില്ല. അല്ലേ സ്വന്തം മകൾക്ക് വേണ്ടി മാറ് പിളർന്ന് അവളെ വാരിപ്പുണരാൻ എന്റെ അമ്മ ഭൂമിദേവി ഒന്നും അല്ലല്ലോ. സ്വന്തം മകളുടെ രോദനം കേൾക്കാൻ ഈ സമൂഹത്തിന്റെ അട്ടഹാസങ്ങളെയും പരിഹാസങ്ങളെയും വായിക്കുന്ന ഒരു പാവമല്ലേ എന്റെ അമ്മ. ഒരു പാവമല്ലേ. മതിയാക്കാം ഈ ജീവിതം. ഇനി ആർക്കും ഒരു മാനവകരം സ്വയം രക്ഷപ്പെടാം. അതെ, നമ്മുടെ നാട്ടിൽ മറ്റൊരു സ്ത്രീധന മരണം കൂടി. ഈ അവസരത്തിൽ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അമ്മ പറയുന്നു, മകളുടെ മരണത്തിന് ഇടയാകാൻ കാരണം സ്ത്രീധന പീഡനം തന്നെയല്ലേ. മകൾ, മരിച്ച മകൾ കൊന്നതവളെ. കുടുംബത്തിന്റെ അഭിമാനത്തിന് ഞാനവിടെ കൊന്നേ.
പറക്കട്ടെ, അവരുടെ